ഹലോ ആൾ എല്ലാവർക്കും എയർ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആണ്. 2 ട്രെയിലറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. തമിഴ്നാട്ടിലെ പൊങ്കലൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തമിഴ് ഫ്രണ്ട്സിനും പൊങ്കൽ നൽവാഴ്ത്തുക്കൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തായാലും ഹാപ്പി പൊങ്കൽ. അപ്പോൾ എന്തായാലും പൊങ്കൽ റിലീസായിട്ട് വരുന്ന 2 സിനിമകൾ, ഒന്ന് ശിവകാർത്തികേയന്റെ ഐലൻഡ് സയൻസ് ഫിക്ഷൻ കോമഡി ഫാന്റസി ത്രില്ലറാണ്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ പടം നമ്മുടെ ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ പീരീഡ് ഡ്രാമയാണ്. അപ്പോൾ 2 സിനിമകളുടെയും ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ 2 ട്രെയിലറുകൾ ഒന്ന് കണ്ടിട്ട് ഏത് ട്രെയിലറിനകത്താണ് കൂടുതൽ വാവ് ഫാക്ടർ ഉള്ളത്, ഏത് ട്രെയിലർ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് തിയേറ്ററിൽ പോയി ആ ഒരു സിനിമ കാണാനായിട്ട് കൂടുതൽ ആകാംക്ഷ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. എന്തായാലും ഐലൻഡ് എന്ന സിനിമയുടെ ട്രെയിലർ തന്നെ നമുക്ക് ആദ്യം കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. இந்த மண்ணு புழு பூச்சிக்கு சேர்த்துதான்னு அப்பா சொன்னதை நான் எப்பவுமே நம்புறேம்மா. പ്രകൃതി സ്നേഹിയായ നായകൻ കർഷകനാണ്. കർഷകൻ இந்த பூமியிலேயே இந்த கற்பனைக்கு எட்டாத அளவு ஒரு சக்தி வாய்ந்த பொருள் மனுஷனோட கிரியேஷன் இல்ல, gift of nature, definitely not an earth based life form. വന്ന് അണ്ണം വന്ന് ഏലിയൻ ആണ്. ഓ, നമ്മുടെ പഴയ ആ ഒരു ജാതു ലുക്കില്ലേ പഴയ ഏലിയന്റെ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളാട്ടാ. கட்டட வேலை பார்க்க வந்து பிஆர் பஸ் மூட பாஷ் தெரியாம பேசிட்டு வந்துட்டு ஏலியன் பிலியன் கதை விடுறியா? വിഎഫ്എക്സ് ഒക്കെ കൊള്ളാട്ടോ, ടോപ്പ് ആയിട്ടുണ്ട്. എ.ആർ. റഹ്മാൻ. நீங்க அமெரிக்கா வழிக்கு தானடா வருவீங்க, இப்ப என்னடா எங்க ஊர் அழிக்க வந்திருக்கீங்க? மனுஷங்களுக்கு வேணா பூமி மேல அக்கறை இல்லாம இருக்கலாம். വിഎഫ്എക്സ് ഒക്കെ നല്ല ടോപ്പ് ആയിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. பெரிய ஆபத்தா வந்து முடியும். நீ நினைக்கிறது எப்பவுமே நடக்காத, நடக்கவும் விட மாட்டேன். ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്ര പോരാ. நீ எதுக்காக வந்தியோ அது செஞ்சு முடிக்கணும், ஆனா அது இனிமே என்னோட வேலை. ഓ, വിക്രമാദിത്യനും വേതാളവും. ഓ, അയലൻ. ஏய் யாரா ஏலியன்? நீ ஏலியன், உங்க அப்பா ஏலியன், உங்க ஆப்பா ஏலியன். ஒரு வாட்டி என்ன ஏலியன் சொன்ன மனுஷனா மாறிடுவேன், பாத்துக்கோ. 12th Jan 2024. കൊള്ളാൻ കേട്ട സംഭവം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ സയൻസ് ഫിക്ഷൻ എലമെന്റ് ഒരു മാസ് മസാല ചേരുവയിൽ വരുമ്പോഴത്തേക്ക് അത് കാണാനായിട്ട് നല്ല രസമായിരിക്കും. എന്തായാലും ഈ സിനിമയുടെ ഡയറക്ടർ നേരത്തെ നമ്മുടെ ഇന്റർനെറ്റർ നാളെ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ടൈം ട്രാവൽ പടം, പണ്ടെന്ന് പറയുന്നത് 2015 അപ്പം അങ്ങനെ ഒരു ടൈം ട്രാവൽ പടമൊക്കെ ഇറക്കിയ ആളാണ്. അപ്പം എന്തായാലും കുറച്ച് കാണാൻ മെനക്ക് തന്നെ കണ്ടിരിക്കാവുന്ന രീതിയിൽ പടം എടുത്തു വയ്ക്കുമെന്ന് വിശ്വാസമുണ്ട്. ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് വിഎഫ്എക്സ് ആണ് കേട്ടോ, കൊള്ളാം, കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസപ്പോയിന്റഡ് ആയത് എ.ആർ. റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. പറയാൻ തന്നെ വിഷമമുണ്ട്, പക്ഷെ പ്രതീക്ഷിച്ചത്ര ഒന്നുമില്ല. എനിവേ, അപ്പൊ എന്തായാലും നമുക്ക് ക്യാപ്റ്റൻ മില്ലറിന്റെ ട്രെയിലർ കൂടി ഒന്ന് കണ്ടുനോക്കാം. റെഡി? മഴയോ? ഫസ്റ്റ് ഫ്രെയിം തന്നെ കിടു. ஒரு கொலைகாரனா இருந்திருந்தா அவனை நானே கொன்னுருப்பேன். பிரியங்கா. எனக்கு அவ சாகணும். பேக்ரவுண்ட் மியூசிக் போடணும், கொள்ளலாம். நல்லவனா தானே இருப்பேன். ஊர்க்காரங்களுக்கு துரோகி. உண்மையிலே நீ யாரு? தனுஷ். யா மோனன். நீ யாரு, உனக்கு என்ன வேணுங்கிறத பொறுத்து கட்டத்தாடி யாருங்கிறது மாறும். വാവ് വാവ്, പൊളി. ഷെന്റെ മോനെ, പൊളി ലുക്ക്. ഓ, ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്ന രീതി കൊള്ളാത്ത. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരേ പൊളി. The village and the temple will now become British property. Mining will soon begin and we will find out exactly what lies. ബ്രിട്ടീഷുകാരാ? ഓ,
ശിവരാജ് കുമാർ. പൊളി ഷോർട്സ്. ഓ അത് പൊളി ഷോർട്സ് ഒക്കെ ഒരേ പൊളി. അരുൺ മതേശ്വരൻ. You believe, devil. I am the devil, and you will call me. ഏയ് Captain Miller. ക്യാപ്റ്റൻ മില്ലർ. പൊളി പൊളി. ഫ്രെയിംസ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടാ, വേറെ ലെവല്. ക്യാപ്റ്റൻ മില്ലർ. பசியோடு சுற்றிட்டு இருக்கிற ஒரு சிங்கத்துக்கு ஒரு இறை கிடைக்கிது. அதை எப்படியாவது தூக்கிட்டு போயிடலான்னு ஒரு கழுத புலி கூட்டமே அலையுது. அப்போது அந்த இறைய ஓனாய் தூக்கிட்டு போனால் என்ன ஆகும்? 124 പൊളിച്ച്. കിടിലൻ സാധനം, വേറെ ലെവല് സാധനം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. കിടുക്കി VFX-ഉം ആർട്ട് വർക്കും സ്റ്റണ്ടും ട്രെയിലർ കട്ട്സും ആ കട്ട് ചെയ്തിരിക്കുന്ന രീതി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച് കട്ട് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം കൊണ്ടും കിടിലം. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. തീർച്ചയായിട്ടും ക്യാപ്റ്റൻ മില്ലർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉറപ്പിച്ച്. അയലൻ മോശമാണെന്നല്ല കേട്ടോ, അയലനും നല്ല ട്രെയിലറാണ്. പക്ഷെ എവിടെ ഒരു വാവ് ഫാക്ടർ കുറഞ്ഞു പോയി. ആ ഒരു വാവ് ഫാക്ടർ എനിക്ക് തോന്നുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്. AR റഹ്മാന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് അത്രയ്ക്ക് ഒരു വാവ് ഫാക്ടർ തോന്നിയില്ല, കിടിലമാണെന്ന് തോന്നിയില്ല. എനിവേ സിനിമയ്ക്കകത്ത് വേറെ ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അയലനും കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ക്യാപ്റ്റൻ മില്ലർ ട്രെയിലർ ഒരു രക്ഷയില്ല, മൊത്തത്തിൽ പൊളിച്ച്. ധനുഷിന്റെ സ്ക്രീൻ പ്രസൻസ് വാവ് കിടു. പണ്ട് എനിക്ക് ആ ഒരു KGF 1-ന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഉണ്ടായ അതേപോലൊരു ഫീലിംഗ് ആണ് ഇപ്പം ഈ ഒരു ക്യാപ്റ്റൻ മില്ലറിന്റെ ട്രെയിലർ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിട്ട് ക്യാപ്റ്റൻ മില്ലർ മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ക്യാപ്റ്റൻ മില്ലറിനായിട്ട് കാട്ട വെയിറ്റിംഗ്. അതിൽ നിന്നും കൊള്ളാം, തീർപ്പ് കാണും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.